എന്താ രേവതി കുട്ടി ഇത്? മതി ഉറങ്ങിയത്. എനിക്ക് നിനക്കിപ്പോ എന്താ വേണ്ടത്? എന്റെ ഓഫീസിൽ പോ. ഇന്ന് എനിക്ക് ഓഫീസില്ല, ഞായറാഴ്ചയല്ലേ. ഇന്ന് ഞാൻ പോവും. ആ പൊയ്ക്കോ. ഞാൻ പോവുന്നു. പൊയ്ക്കോ. ഞാൻ ഓഫീസിൽ പോണു. ബഹളമൊന്നും ഉണ്ടാക്കല്ലേ, പിന്നെ കുസൃത്തരമൊന്നും കാണിക്കല്ലേ, ദേവമ്മ എടുത്ത് വഴക്കൂടല്ലേ. ഇല്ല. ദേവമ്മേ, ഞാൻ ഓഫീസിൽ പോവാണ്. നന്നായിട്ട് നോക്കണേ. നല്ലോട്ടായിട്ടിരുന്നോണേ. അപ്പനോടും ജിന്നോടും വഴക്കൂടരുതേ. ഞാൻ നേരത്തെ വരാവേ. വരുമ്പോ മിക്കി മൗസിന്റെ കാസറ്റ് കൊണ്ടുവരണം, പിന്നെ പുതിയ പാട്ടിന്റെ കാസറ്റും കൊണ്ടുവരണം. ഇതിങ്ങനെ പിടിച്ച് തിരിക്കലെന്ന് പറഞ്ഞിട്ടില്ലേ, മുടി വൃത്തിയാക്കാൻ. അയ്യോ കരയല്ലേ. പപ്പേന്റെ വീട്ടിൽ പോയിരുന്നോണേ. ഞാൻ പപ്പേന്റെ വീട്ടിൽ പോവില്ല, പപ്പേന്റെ ചീത്ത. കേട്ടോറാ. അല്ല കുറ്റമേ, എനിക്കൊരു സംശയം. ഇതിൽ ആർക്കാ വട്ട്? അങ്ങേർക്കാണോ അതോ മറ്റേ പെങ്കൊച്ചിനോ? താൻ തന്നെ പോയി അന്വേഷിക്കേ. രേവതി ഭയങ്കര കുസൃതിയാണല്ലേ. കൊച്ചു കുട്ടികളുടെ സ്വഭാവം. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വന്ന ടൈഫോയിഡ് ബ്രെയിനിനെ എഫക്ട് ചെയ്തു. പിന്നെ അവളുടെ മനസ്സ് വളർന്നിട്ടില്ല. ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ആയ കുറച്ചുകൂടെ പക്വത വരുമെന്നാ ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ എന്താ, മാനസിക വളർച്ചയില്ലാത്ത ഒരു പെണ്ണിനെ ആര് കല്യാണം കഴിക്കാനാ? വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട, ഒക്കെ ശരിയാവും. അങ്ങനെ ആശ്വസിക്കാം, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? അവൾക്ക് അച്ഛനും അമ്മയും ചേട്ടനും എല്ലാം ഞാനാ. നമ്മുടെ കല്യാണം കഴിഞ്ഞാ നീയും അതുപോലെ ആവണം. ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? പൂജ ഹോളിഡേസിന് നമുക്ക് 3 പേർക്കും കൂടി എങ്ങോട്ടെങ്കിലും ഒരു ഹോളിഡേ ട്രിപ്പ് നടത്തിയാലോ? അവളെയും കൊണ്ട് പുറത്തു പോവാന്നൊക്കെ പറഞ്ഞാ ഇത്തിരി ബുദ്ധിമുട്ടാ. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇതാണ് രാജാവ്, കണ്ടോ തലപ്പാവൊക്കെ. മിണ്ടരുത്, കിരീടം എന്നെ പഠിപ്പിക്കണം. കിരീടം ചൂടിയ രാജാവ്. ഇത് റാണി, ഇത് ജാക്കി. 9. ഇതെന്താ തെരഞ്ഞെടുക്കണേ? രാജകുമാരനും രാജകുമാരിയും ഒക്കെ അവിടെ കൊട്ടാരത്തില്. ഇത് കളിയാണ്, അതൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇതില് രാജാവും റാണിയും ഉണ്ടാവും. അതെ, ഈ രാജാവിന് മക്കളില്ല, പിന്നെ എവിടെ നിന്നാണ് രാജകുമാരനും രാജകുമാരിയും ഒക്കെ ഉണ്ടാവുക? എനിക്കറിയാം രാജകുമാരി എവിടെയാണെന്ന്. എവിടാ? രാജകുമാരി കുന്നിക്കുരുവും വെച്ച് കാത്തിരിക്കുക. കുന്നിക്കുരും വെച്ച് കാത്തിരിക്കേ? ശാപമോക്ഷം കിട്ടാൻ. നല്ല ആളാണ് ഞാൻ കളി പഠിപ്പിക്കുന്നത്. ഇവരൊക്കെ പഠിപ്പിക്കുന്നത് ഇന്നെ വേണം ചവിട്ടാൻ. മതി മതി മതി. അക്ബറിക്കയുടെ പടം. എന്റെ അച്ഛൻ ഡീസന്റ് മേനോന്റെ പടം കൊണ്ടേ അമ്മക്ക് ഓരോ ഫോട്ടോ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചോട്ടെ. അല്ല, അത് മുഴുവൻ കീറി നശിപ്പിച്ചോ. ഇതിന് വേദന്റെ നെഞ്ഞു കുത്തി പൊളിക്കുക. എന്റെ മോനെ രാശേരാ, നിന്റെ ഐഡിയ കൊള്ളാം. നെയ്യപ്പം തിന്നാ 2 ഗുണം. അപ്പം തിന്നാം, കയ്യിലാവുന്ന എണ്ണ തലയിലും തടവാം. എന്റെ അല്ല, രാധികയുടെ ഐഡിയ ആണ്. ആഹാ, നിന്റെ രാധികയ്ക്ക് ബുദ്ധിയുണ്ടല്ലോടാ. നാത്തൂനെ നേരത്തെ കയറി അങ്ങ് സോപ്പിടാനുള്ള പരിപാടിയായിരിക്കും അല്ലേ? പക്ഷെ ബാല, രേവതിയെ കൊണ്ട് പുറത്തു പോവാന്നൊക്കെ പറഞ്ഞാ അതിന്റെ ബുദ്ധിമുട്ട് നിനക്കറിയാമല്ലോ. സാധാരണ ഒരു ഫംഗ്ഷനും ആരും എന്നെ ക്ഷണിക്കാറില്ല. രേവതി കൂടെ വന്നിട്ട് അലമ്പുണ്ടാക്കുമെന്ന് കരുതിയിട്ടാ. ഇനി ആരെങ്കിലും ക്ഷണിച്ചാൽ തന്നെ ഞാൻ പോവാറില്ല. മറ്റുള്ളവരുടെ മുമ്പില്
അവളൊരു പരിഹാസപാത്രം, ഒരു നോക്കൂത്തിയാവുന്നത് എനിക്ക് സഹിക്കാനാവില്ല ബാല. ആ അതാ നിനക്ക് പറ്റുന്ന തെറ്റ്. ഈ ഹൗസിംഗ് കോളനിക്ക് പുറത്തും ഒരു ലോകം ഉണ്ടെന്ന് രേവതി അറിയണം. പലതും നേരിൽ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴല്ലേ അവളുടെ മനസ്സിനൊരു വളർച്ചയുണ്ടാവൂ. അതുകൊണ്ട് നീ ഇതിന് സമ്മതിക്കണം. അമ്മാവൻ അറിയുമ്പോ തൽക്കാലം രാധിക കൂടെ ഉണ്ടെന്നുള്ള കാര്യം അമ്മാവൻ അറിയണ്ട. അഥവാ അറിഞ്ഞാൽ തന്നെ ഞാൻ മാനേജ് ചെയ്തോളാം. 2 സ്മോളിൽ ഒതുക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എനിവേ, വിഷ് യു എ ഹാപ്പി വെക്കേഷൻ. താങ്ക് യു. തുറക്കാൻ പറ്റുന്നില്ല. നുണ പറയരുത്. ഞാൻ നോക്കിയില്ല. നോക്കിയില്ല. നോക്കിയില്ലെന്ന്. നോക്കിയില്ലെന്ന് പറഞ്ഞില്ലേ? കള്ളൊന്നുമല്ല ഞാൻ കണ്ടത്. നോക്കിയില്ല. രേവതിക്കുട്ടി, എറിയരുത്, കണ്ണു തുറന്ന് നോക്കി ഞാൻ കണ്ടതാ. എറിയരുത്, എറി. എറിയരുതെന്നാ പറഞ്ഞത്. നിന്നോടാ പറഞ്ഞ എറിയരുതെന്ന്. എറിയരുത്. രാജേട്ടാ, സാരമില്ല, എനിക്കങ്ങനെ വേദനിച്ചൊന്നുമില്ല. വന്നു കിടക്കൂ. ഇന്ന് വരെ ഞാൻ അവളെ നോവിച്ചിട്ടില്ല. രേവതി ഒന്നും അറിഞ്ഞോണ്ടല്ലോ ചെയ്തത്. അതാ എനിക്കും വിഷമം. അവളെവിടെ? കരഞ്ഞെറിഞ്ഞിരിക്കുക. രാജേട്ടൻ വന്ന് പറഞ്ഞാലേ അവക്ക് സമാധാനാവൂ. വരൂ രാജേട്ടാ. നമുക്ക് നാളെ തന്നെ മടങ്ങാം. രാധിക ലൈറ്റ് അണച്ച് കിടന്നോളൂ. ഞാനങ്ങ് പേടിച്ചു പോയി. പാവം പപ്പ, എന്റെ പേടിക്കട്ടെ. രേവതി കുട്ടിയാ ഞാൻ. നീ എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. ഞാനേ ചിന്നുവിനെ പോയി പേടിപ്പിച്ചിട്ട് വരട്ടെ കേട്ടോ. ആരടുത്തും പറയല്ലേ, പേടിപ്പിച്ചിട്ട് വരാതെ. ഡീസലിനും പെട്രോളിനും വില കുറഞ്ഞു എന്നുള്ള പ്രശ്നമില്ല. ആ എന്താടാ? എന്താ എന്താ കാര്യം? എന്താ കാര്യം അറിയില്ലല്ലേ? മനസ്സിലായില്ല. നിങ്ങൾ കാര്യം എന്താണെന്ന് പറ. കാര്യം എന്താണെന്നോ? വാപ്പാ, മേനൻ നിങ്ങൾ ഒരാളെ തല്ലുന്നു. അയാള് കള്ളുകുടിച്ച് ബഹളം വെക്കുന്നതായിരിക്കും. ഒന്ന് പോയി നോക്ക് വാപ്പാ.
അയാൾ തല്ലി കൊന്നാലും ശരി ഈ കളി തീരാതെ അക്ബർ എണീറ്റ് പോണ പ്രശ്നമല്ല അവിടെ ആ മതി മതി അടിച്ചിട്ട് കൈതാ മനസ്സിലായില്ല ഇന്ന് ഞാൻ നിങ്ങൾ കാര്യം മനസ്സിലാക്കി പറഞ്ഞിട്ട് ഇരിക്കുക. അയ്യോ ഇന്ന് മനസ്സിലാക്കി അയ്യോ, തരാം. അയ്യോ, കൊല്ലണം ഞാൻ. അയ്യോ, കൊല്ലട്ടെ. അയ്യോ അയ്യോ മനസ്സിലായില്ല മനസ്സിലായി മനസ്സിലായില്ല എടാ, മനസ്സിലായില്ല. അയ്യോ, മനസ്സിലായി മനസ്സിലായി എന്ത് മനസ്സിലായി നിങ്ങൾക്ക് എന്തോ പെശ കൊണ്ടത് മാനമര്യാദക്ക് പെണ്ണ് ജീവിക്കാൻ പറ്റില്ല അവിടെ അല്ലേ ഭാര്യാവർത്തകം വരെ ജീവിക്കാൻ അയ്യോ, പറ്റില്ല അയ്യോ, ആളുകളിൽ ഇന്ന് ശരിക്കും പഠിച്ചിട്ട് എവിടെ പോകും മനസ്സിലായി എടി നിന്നെ നോക്കിയല്ലേ ഇവൻ കയ്യും കലാശവും കാണിച്ചത് എന്റെ പൊന്ന് അക്ബറക്കാൻ ഞാൻ മര്യാദക്ക് സൈക്കിൾ വെട്ടി ഇതുവഴി പോയപ്പോഴാണ് എന്നെ വെറുതെ നേരത്തെ തുടങ്ങിയോ അയ്യോ സത്യമായിട്ടില്ല വരൂ പോയി അല്ല സംസു നീ ഇപ്പൊ ഇതിലെങ്ങനെ ഇങ്ങോട്ട് വന്നത് ഞായറാഴ്ച എന്റെ കട തുറക്കൂല അപ്പൊ ഞാൻ റോഡുകളിലൂടെ എങ്ങനെ മര്യാദക്ക് നടക്കാൻ ഇറങ്ങും അതാണ് എന്റെ ഒരു നീ ഇങ്ങനെ വെറുതെ നടക്കൊണ്ടാണ് എനിക്ക് തല്ല് കിട്ടുന്നത് അതെ സത്യമായിട്ട് ഇതുവരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാത്തവരാ ഞാൻ അറിയോ അതെനിക്കറിയില്ലേ നീ ഒരു കാര്യം ചെയ്യ് വെറുതെ ഇങ്ങനെ തല്ലുകൊണ്ട് എടുക്കാതെ വാ നമുക്കൊന്ന് ഷീട്ട് കളിക്കാം ഈ ഷീട്ട് കളി എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിനും ബുദ്ധിക്കും വളരെ നല്ലതാ ലൈഫ് ഈസ് പ്ലേ ആൻഡ് എൻജോയ് വാ വാ